നമസ്കാരം. എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ ഒരുപാട് കൗതുകത്തോടെ വായിച്ചു തീർത്ത ഒരു പുസ്തകമാണ് ഡോക്ടർ ബ്രയൻ വൈസ് എഴുതിയ മെനി ലൈഫ് മെനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകം. പാശ്ചാത്യ മനഃശാസ്ത്ര മേഖലയെ പിടിച്ചു കുലുക്കിയ ഒരു സൃഷ്ടിയായിരുന്നു ആ പുസ്തകം. അത് വായിച്ചപ്പോൾ മുതൽ ഒരു കൗതുകമാണ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന ധ്യാന പദ്ധതിയെ കുറിച്ച് അറിയാൻ ആഗ്രഹം. അങ്ങനെയാണ് ശ്രീനാഥ്ജിയിൽ വന്നെത്തുന്നത്. അപ്പോഴാണ് അറിഞ്ഞത് ഒരുപാട് വർഷങ്ങളായി ശ്രീനാഥ്ജി പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണെന്നും ഇത്തരം ധ്യാന പദ്ധതികൾ പരിശീലിപ്പിക്കുന്നതിൽ ഒരുപാട് അനുഭവ സമ്പത്തും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പാസ്റ്റ് ലൈഫ് റിഗ്രഷനെ സംബന്ധിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ തീർക്കാനായിട്ട് ശ്രീനാഥ്ജി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, എവിടെയാണ് ഈ ഒരു ചിന്തയുടെ ഉത്ഭവം? പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യാമെന്നും പുനർജന്മത്തിലേക്ക് പോകാം എന്നുമുള്ള ഒരു ചിന്തയുടെ ഉത്ഭവം എവിടെയാണ്? നമസ്കാരം. വളരെ നല്ലൊരു വിഷയമാണ് ഇന്ന് ചർച്ചയ്ക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, പൂർവ്വജന്മത്തെക്കുറിച്ചുള്ള ചിന്തകൾ എന്നാണ് തുടങ്ങിയത് നമുക്ക് പറയാൻ വയ്യ. ഒരു പക്ഷേ മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ മനുഷ്യൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. കാരണം പല ആൾക്കാരും പല രീതിയിലാണ് കാണപ്പെടുന്നത്. പല ആൾക്കാരുടെ സ്വഭാവം കാണുന്ന പല രീതിയിലാണ്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാ ആ ചിന്തകളെയും അവസാനം നമ്മൾ ചെന്നെത്തിയത് ഇതൊരു നൈരന്തര്യമാണ് എന്നുള്ളിടത്തിലാണ്. ഇതൊന്നിന് തുടർച്ചയാണ്. ഒരുപക്ഷെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് അറിവിന് വേണ്ടി ആരെങ്കിലും യാത്ര പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ലക്ഷ്യം വെച്ചിരുന്നത് ഭാരതമായിരുന്നു. കാരണം ഭാരതമാണ് ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിച്ചത്. ഭാരതത്തിൻ്റെ കൺസെപ്റ്റ് തന്നെ ജീവൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ശരീരമല്ല, ശരീരം നമ്മളുടെ ഒരു വസ്തു മാത്രമാണ്, ശരീരത്തിന് നാശത്തോടുകൂടി ഒരാൾ ഇല്ലാണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഒരു ശരീരം ഉപേക്ഷിച്ചാൽ നമ്മൾ വേറെ ശരീരം എടുക്കും. അപ്പോൾ പുനർജന്മ സിദ്ധാന്തത്തിലും പൂർവ്വജന്മ സിദ്ധാന്തമൊക്കെ ഭാരതത്തിൻ്റെ വളരെ കാതലായ ഫിലോസഫിയാണ്. ഭാരതം ലോകത്തിൻ്റെ മുമ്പിൽ വെച്ച 4 ഫിലോസഫിയിൽ ഒന്ന് ദ ലോ ഓഫ് ധർമ്മയാണ്. ഈ ലോകം മുഴുവൻ ഒരു ചരടിൽ, ധർമ്മമാവുന്ന ചരടിൽ കോർത്തിരിക്കുകയാണ്. അത് പാരസ്പരികതയിൽ നിലനിൽക്കുന്നതാണ്. ഭാരതത്തിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഫിലോസഫി ദ ലോ ഓഫ് കർമ്മയാണ്. മനുഷ്യൻ കർമ്മങ്ങൾക്കനുസരിച്ച് ജനിക്കുകയും മരിക്കുകയും ജനിക്കുകയും മരിക്കുക. ജനിക്കുക മരിക്കുക എന്ന് പറയുന്നത് പഞ്ചഭൂതമായ ശരീരത്തിന്റെ ഒരു സ്വഭാവമാണ്. ഞാൻ ശരീരം എന്ന് പറയാറില്ല, എൻ്റെ ശരീരം എന്നേ പറയാറുള്ളൂ. ഇത് എൻ്റെ ഒരു വസ്തുവാണ്. ഈ വസ്തു നഷ്ടപ്പെട്ടാൽ ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഒരു ഉറക്കമുറങ്ങി എഴുന്നേൽക്കുന്നത് പോലെയാണ് ഒരു മരണം. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ ഇന്ന് രാത്രി ഉറങ്ങി നാളെ ഞാൻ എഴുന്നേൽക്കും. ഇതേപോലെ ദിവസത്തിനിടയ്ക്ക് ഉറക്കമുള്ളതുപോലെ ജന്മജന്മാന്തരങ്ങളിടയിലുള്ള ഓരോ അവസ്ഥകളാണ് മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാ പുരാണങ്ങളും നോക്കിയാൽ കാണാം, ഒക്കെ ഈ പുനർജന്മ പൂർവ്വജന്മ വിദ്യകളെക്കുറിച്ചോ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് പുരാണത്തിൽ ജടാഭരതന്റെ കഥയൊക്കെ നമുക്കറിയാം. 4ഓളം അദ്ദേഹത്തിന്റെ ജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഭാരതത്തിന്റെ എല്ലാ ഫിലോസഫിയും അല്ലെങ്കിൽ എല്ലാ പുരാണങ്ങളും ചർച്ച ചെയ്യുന്നത് ലോ ഓഫ് ധർമ്മയെക്കുറിച്ചും ലോ ഓഫ് കർമ്മയെക്കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു 80% പുസ്തകങ്ങളും ദ ലോ ഓഫ് കർമ്മയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ഫിലോസഫി കർമ്മമാണ്. അതുപോലെ തന്നെ ബുദ്ധ ട്രഡീഷൻ, ശ്രീബുദ്ധന്റെ ട്രഡീഷനും റീഇൻകാർണേഷനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അവരകത്ത് ലാമ മരിച്ചു കഴിഞ്ഞാൽ ലാമ വീണ്ടും പുനർജനിക്കുന്നുണ്ട്. അതിന് കുറേ പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലോകം ഉണ്ടായ കാലം മുതൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ലോകത്തെ എല്ലാ ഭാഗത്തും ചിന്തകൾ നടന്നിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിച്ചിരുന്നത് ഭാരതമാണ്. ഏതാണ്ട് പാതഞ്ജല യോഗസൂത്രത്തിലൊക്കെ പതഞ്ജലി ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വളരെ ആഴത്തിൽ ഇതിനെക്കുറിച്ചുള്ള പഠനം ഭാരതത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ വിദേശികൾ പലപ്പോഴും ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ശരീരമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരുന്നു. മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്ന ചിന്തിച്ച ആൾക്കാരായിരുന്നു. ആ ഇടയ്ക്കാണ് അങ്ങിപ്പോൾ പറഞ്ഞ ബ്രയാൻ വേഴ്സിന്റെ മെനി ലൈഫ് മെനി മാസ്റ്റേഴ്സ് പുസ്തകം ഇറങ്ങിയത്. അദ്ദേഹം കാതറിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പാസ്റ്റ് ലൈഫ് റിഗ്രഷന് വിധേയമാക്കിയിട്ട് അവരുടെ 86ഓളം ജന്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അത് ഈ പറഞ്ഞതുപോലെ ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ഒരു പുസ്തകമായിരുന്നു. ഇന്ന് ലോകം മുഴുവൻ, അമേരിക്കയിലെ 60% ആൾക്കാർ പാസ്റ്റ് ലൈഫ് റിഗ്രഷനിൽ വിശ്വസിക്കുന്നുണ്ട്, അതിന് ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് ഈ ഒരു അവസ്ഥ ലോകം മുഴുവനുള്ള ആൾക്കാർ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പത്രത്തിലൊക്കെ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു. 10 മാസം പ്രായമായ ഒരു ചെറിയ കുട്ടി
വളരെ ഭംഗിയായിട്ട് ചിത്രം വരയ്ക്കുന്നു. നമ്മൾ ചർച്ച ചെയ്തു അത്. അതേപോലെ ആ ജനിച്ച് 5-ാമത്തെ വയസ്സില് സ്വരസ്ഥാനങ്ങൾ തെറ്റാതെ പാട്ട് പാടുന്നു അല്ലേ. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു, ചെറിയൊരു കുട്ടി വിമാനത്തിൽ കയറിയിട്ട് വിമാനത്തിന്റെ എല്ലാ വിഷയങ്ങളെ കുറിച്ചും സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ പൂർവ്വജന്മത്തില് പൈലറ്റായിട്ട് മരിച്ചുപോയതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ പൂർവ്വജന്മ സ്മൃതികൾ നമ്മളെ ഉള്ളിലുണ്ട്. നമ്മളെ ഈ ജന്മത്തെ മുഴുവൻ തീരുമാനിക്കുന്നത്, ഞാൻ ഈ ജന്മം എന്ത് പ്രവർത്തിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എൻ്റെ പൂർവ്വജന്മങ്ങളിലുള്ള സ്മരണകളും കർമ്മങ്ങളുമാണ്. അത് ഭാരതം ലോകത്തിന് മുമ്പിൽ വെച്ച ഏറ്റവും ആദ്യം വെച്ചൊരു വിഷയമാണ്. ഇന്ന് അത് ലോകം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നത് മാത്രം. ഓക്കെ, ഇന്ന് നമുക്ക് ഈ ഒരു പൂർവ്വജന്മങ്ങളെ അറിയാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്നൊരു ധ്യാന പദ്ധതിയാണല്ലോ. ഇത് എല്ലാ ആൾക്കാർക്കും സാധ്യമാണോ? ഈ ഒരു പദ്ധതിയിലൂടെ പൂർവ്വജന്മത്തിലേക്ക് പോകാൻ സാധ്യമാണോ എല്ലാവർക്കും? തീർച്ചയായിട്ടും നമ്മൾക്ക് ലോകത്തിലെ എല്ലാവർക്കും ഇതൊരു നൈരന്തര്യമാണ്. ഇതിനു മുമ്പ് നമുക്ക് ജന്മങ്ങളുണ്ട്. അതുകൊണ്ട് ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും, എല്ലാ ജീവികൾക്കും പൂർവ്വജന്മമുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ശരീരത്തിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പും നമ്മൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലോകത്ത് എല്ലാവർക്കും പൂർവ്വജന്മമുണ്ട്. പൂർവ്വജന്മം കാണാൻ സാധിക്കും. പക്ഷേ ചില ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് സാധിക്കും, ചില ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മളെ പൂർവ്വജന്മ സ്മരണകൾ മുഴുവൻ രേഖപ്പെടുത്തി വെച്ചത്, അല്ലെങ്കിൽ അത് സംഭരിച്ചു വെക്കുന്നത് നമ്മളുടെ ഷഡ്ചക്രങ്ങളിലാണ്, സൂക്ഷ്മ ശരീരത്തിലാണ്. നമ്മളെ ഈ ശരീരത്തിലേക്ക് അച്ഛനെന്നും അമ്മയെന്നും എനിക്ക് കിട്ടിയതാണ് ശരീരം. ജീവൻ എന്ന് പറയുന്നത് ആ ശരീരത്തിലേക്ക് വന്ന് പെട്ടതാണ്, സൂക്ഷ്മ ശരീരമാണ്. അപ്പൊ ആ സൂക്ഷ്മ ശരീരം കർമ്മങ്ങൾ, സഞ്ചിത കർമ്മങ്ങൾ. എന്താണ് സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞാൽ? നമ്മളൊരു സഞ്ചിയിൽ സാധനങ്ങൾ വാങ്ങി കൊണ്ടുപോകുന്നത് പോലെ നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളുടെയും ഫലം അതൊരു മെമ്മറി കാർഡായിട്ടോ ഒരു ചിപ്പായിട്ടൊക്കെ സൂക്ഷിക്കുന്നത് പോലെ നമ്മളെ സൂക്ഷ്മ ശരീരത്തിലുണ്ട്. ആ സൂക്ഷ്മ ശരീരത്തില് അത് ചക്രങ്ങളിലാണ് കൂടുതലും. നമ്മളെ സൂക്ഷ്മ ശരീരം ഷഡ്ചക്രങ്ങൾ ബേസ് ചെയ്തിട്ടാണുള്ളത്. അതിലാണ് ഈ ഓർമ്മകളുള്ളത്. അപ്പോൾ ഷഡ്ചക്ര ശുദ്ധീകരണം നടത്തി ഇപ്പം വേണ്ടത്ര ശുദ്ധിയില്ലാത്ത ആൾക്കാർക്ക് ആണെങ്കിൽ കുറച്ച് കൂടുതൽ സമയമെടുക്കും. അല്ലാത്തവർക്ക് വളരെ പെട്ടെന്ന് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഞാൻ ആദ്യത്തെ 5 പ്രാവശ്യം പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്തപ്പോൾ എനിക്ക് ഒന്നും കാണാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചത് ഒരു ഭയങ്കര തട്ടിപ്പാണെന്നായിരുന്നു. പക്ഷെ 6-ാമത്തെ പ്രാവശ്യം എനിക്കൊരു സിനിമ കാണുന്നത് പോലെ വളരെ കൃത്യമായി കാണാൻ സാധിച്ചു എന്നുള്ള. അപ്പോൾ ഏതൊരാൾക്കും നിരന്തര പരിശ്രമത്തിലൂടെ കാണാൻ സാധിക്കും, സംശയമൊന്നുമില്ല. ഈ പൂർവ്വജന്മം, പുനർജന്മം തുടങ്ങിയ ചിന്താഗതികളോട് മോഡേൺ സയൻസിന്റെ ഒരു സമീപനം എങ്ങനെയാണ്? ഇത് ശാസ്ത്രീയമാണോ? അല്ലെങ്കിൽ എത്രത്തോളം ഇതിനൊരു ശാസ്ത്രീയ അടിത്തറ നമുക്ക് അവകാശപ്പെടാനാവും? ഇതില് നമ്മൾ ആദ്യം ഈ ശാസ്ത്രീയത എന്ന് പറയുന്ന ഒരു വിഷയം എന്താണ് എന്നൊന്ന് ചർച്ച ചെയ്യണം. കാരണം നമ്മളെ തന്ത്രശാസ്ത്രം, അതുപോലെ തന്നെ വാസ്തുശാസ്ത്രം എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ നമ്മൾ ശാസ്ത്രം എന്നാണ് പറയാറ്. പക്ഷെ മോഡേൺ സയൻസ് അതിനെ അംഗീകരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ശാസ്ത്രം എന്നുള്ളത്, ഭാരതീയർ പറഞ്ഞ ശാസ്ത്രം എന്ന് പറയുന്നത് ശാസിക്കപ്പെട്ടത്, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടത്, പാരമ്പര്യമായിട്ട് ഒഴുകി വരുന്നതെന്നൊക്കെയാണ് അർത്ഥം. അത് ഋഷിപ്രോക്തമാണ്. നമ്മളെ ഋഷിമാര് ഒരേ സമയത്ത് ഋഷിയായിരുന്നു, അതേ സമയത്ത് ശാസ്ത്രജ്ഞനായിരുന്നു. നമ്മൾക്ക് ഖഗോളങ്ങളെ കുറിച്ച് പറഞ്ഞത് ഋഷിയാണ്. ഗ്രഹങ്ങളെക്കുറിച്ചും അതുപോലെ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞതും ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം പറഞ്ഞതെന്നൊക്കെ ഋഷിമാരാണ്. അതുകൊണ്ട് തന്നെ ഋഷിമാര് അവർ തപസ്സിലൂടെയാണ് കണ്ടെത്തിയത്. നമുക്ക് 2 രീതിയിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നേടിയെടുക്കാം. ഒന്ന് പുറത്തേക്ക് പോയിട്ട് കണ്ടെത്താം, 2 ഉള്ളിലേക്ക് പോയിട്ട് കണ്ടെത്താം. ഋഷിമാരതിൽ സ്വീകരിച്ചത് ഉള്ളിലേക്ക് പോയിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പച്ചമരുന്നുകളിൽ നിന്ന് നമ്മൾ രസം ഉണ്ടാക്കിയിട്ട് മെർക്കുറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ പച്ചമരുന്ന് നമ്മൾ സ്വർണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. പുരാണത്തിലൊക്കെ തർക്കത്തിലൊക്കെ ജയിക്കുന്ന ഋഷിമാര് 1000 കൊമ്പും കുളമ്പും സ്വർണത്തിൽ കിട്ടിയ 1000 പശുവിനൊക്കെയാണ് ദാനം വാങ്ങിയിരുന്നത്. അപ്പൊ ഇത്രയും ദാനം കിട്ടിയ പശുവിനെ സംരക്ഷിക്കണമെങ്കിൽ അവരെത്ര സമ്പന്നരായിരിക്കണം. അപ്പൊ അത്രയും സ്വർണ്ണം ഇവിടുന്ന് ഉണ്ടായത്. അപ്പൊ സ്വർണ്ണത്തെ ഉണ്ടാക്കാനുള്ള ടെക്നോളജി ഒക്കെ ഋഷിമാര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആൽക്കമീനെ കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ട് നമുക്ക് അറിയായിരുന്നു. അതുകൊണ്ട് ഭാരതം ശാസ്ത്രം എന്ന് വിളിക്കുന്നത് അതൊരു ഉൾക്കാഴ്ചയാണ്, തപസ്സിലൂടെ കണ്ടെത്തിയാണ്. പക്ഷെ മോഡേൺ സയൻസ് ശാസ്ത്രം എന്ന് പറയുന്നത് മേശപ്പുറത്ത് തെളിയിക്കപ്പെടുന്നതാണ്. മോഡേൺ സയൻസിനെ സംബന്ധിച്ച് തെളിവ് വേണം. അതായത് മുറിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് എണ്ണാൻ സാധിക്കണം. 1 കൂട്ടണം 1 = 2. അത് ലോകത്ത് എവിടെ പോയി കൂട്ടിയാലും 2ആണ്. അത് അങ്ങനത്തെ ലോകത്ത് എല്ലാവരും ചെയ്താൽ കൃത്യത ഉണ്ടാവുന്ന ഒരു വസ്തുവിനെ കുറിച്ച് മാത്രമാണ് മോഡേൺ സയൻസ് ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. പാസ്റ്റ് ലൈഫ് അങ്ങനെ അല്ല. ഈവൻ മോഡേൺ സയൻസ് സൈക്കോളജിയെ പോലും അംഗീകരിക്കുന്നില്ല. അപ്പൊ സൈക്കോളജി പറയുന്നത് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ശാസ്ത്രീയമല്ല എന്നാണ്. എന്നാൽ സൈക്യാട്രി പറയുന്നത് സൈക്കോളജി ശാസ്ത്രീയമല്ല എന്നാണ്. കാരണം സൈക്കോളജിയിൽ
ഒന്ന് കൂട്ടണം ഒന്ന് എപ്പോഴും രണ്ടായിരിക്കണം എന്നില്ല. അത് ചിലപ്പോൾ 3 ആവാം, ചിലപ്പോൾ 4 ആവാം, ചിലപ്പം ഇമ്മിണി വലിയ ഒന്നാവാം. അതിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ശാസ്ത്രീയതം എന്ന് പറയുന്നത് എല്ലാം ഒന്നും നമുക്ക് മോഡേൺ സയൻസിന്റെ സ്കെയിൽ അളക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ ഒന്നും അളക്കാനുള്ള സ്കെയില് മോഡേൺ സയൻസിന് ഇപ്പോഴും കിട്ടിയിട്ടില്ല. കാരണം മോഡേൺ സയൻസിന്റെ രീതി നോക്കിയാൽ അറിയാം, ഓരോ ദിവസം കൂടുമ്പോഴും നമ്മളെ പൈതൃകമായ ഓരോ കാര്യങ്ങളെ അവർ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയും മോഡേൺ സയൻസ് ഒരുപാട് കാലം എടുക്കും. മോഡേൺ സയൻസ് അതിന്റെ ശൈശവ ദശയിലാണ്. ഇനിയും ഒരുപാട് കാലം ഇതൊക്കെ കണ്ടെത്താനുള്ള എക്യുപ്മെന്റ്സ് കണ്ടുപിടിച്ച് അവർ കണ്ടെത്തട്ടെ. കാരണം ഈ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാതെ ഏതോ കാലത്ത് നമ്മളെ ഋഷിമാര് ഭൂമി ഉരുണ്ടതാണെന്നും അതുപോലെ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരവും ഒക്കെ വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് മോഡേൺ സയൻസ് അത് അംഗീകരിക്കുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മോഡേൺ സയൻസിന്റെ സ്കെയിലിൽ ഇതിനെങ്ങനെയാണ് എണ്ണുന്നത് നമുക്കറിയില്ല. ഭാരതീയ ഋഷിമാര് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു ക്രമത്തിൽ അല്ലെങ്കിൽ ഒരു ആശയത്തിൽ, ദർശനത്തിലാണ് ഭാരതം വിശ്വസിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഭാരതത്തിന്റെ സ്കെയിലിൽ 100% ഇതിന് ശാസ്ത്രയുക്തി ഉണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞു, മോഡേൺ ലോക രാജ്യങ്ങൾ മുഴുവൻ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ന് ഇതിനെ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ വളരെ വലിയൊരു പഠന വിഷയമാണ്. വളരെ കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുന്നതും വിദേശങ്ങളിലാണ്. അപ്പോൾ ആ രീതിയിൽ അത് ലോകം മുഴുവൻ അതിനെ അംഗീകരിച്ച് തുടങ്ങി. ഒരുപക്ഷെ നമ്മൾ ധർമ്മം എന്ന വാക്കിന് റിലീജിയൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്ന ഒരു അബദ്ധം പോലെ ശാസ്ത്രം എന്നതിന് സയൻസ് എന്നത് ഒരു പര്യാപ്തമല്ല. വളരെ വളരെ കറക്റ്റായ ഒരു കാര്യമാണ് സച്ചിൻ പറഞ്ഞത്. ഇപ്പോൾ ശാസ്ത്രത്തെ സയൻസ് എന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഈ അബദ്ധം ഉണ്ടായത്. ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ അതല്ല, ഈ ഒരു ധ്യാനം പരിശീലിക്കുന്നതിലൂടെ, പൂർവ്വജന്മത്തെ കുറിച്ച് അറിയുന്നതിലൂടെ മാനസികമായ ശാരീരികമായ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകുമോ? ഇത് പലപ്പോഴും ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായ അറിവില്ലാത്തവർ പറയുമ്പോഴുണ്ടാവുന്ന ഒരു കുഴപ്പമാണത്. പാസ്റ്റ് ലൈഫ് റിഗ്രഷനെ കുറിച്ച് നമ്മളെ പഴയ സ്മൃതികളൊക്കെ ഓർമ്മയിൽ വന്നാൽ നമുക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഇന്നലകളെ കുറിച്ച് നമ്മൾ ഓർമ്മിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളെ പൂർവ്വജന്മങ്ങളെ കുറിച്ച് ഓർമ്മിക്കുന്നതും. പക്ഷേ ഇന്നലത്തെയും ഇന്നും ഞാൻ ഒരേ ശരീരത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ പൂർവ്വജന്മങ്ങളിൽ ഞാൻ ഈ ശരീരമായിരുന്നില്ല. ശരീരത്തോട് ചേർന്നാണ് നമുക്ക് വ്യക്തിത്വം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ജന്മം ഞാനൊരു ശരീരത്തിൽ ഉണ്ടായപ്പോഴേക്കുള്ളൊരു വ്യക്തിത്വമുണ്ട്. പക്ഷേ ഈ ജന്മം ഞാൻ ശരീരമല്ല, ഞാൻ ശരീരം മാറിയിട്ടുണ്ട്. അപ്പം എൻ്റെ വ്യക്തിത്വം മാറിയിട്ടുണ്ട്. എൻ്റെ ബോധം ഒന്നാണെങ്കിലും എൻ്റെ വ്യക്തിത്വം മാറിയിട്ടുണ്ട്. ഇവിടെ അസ്തിത്വം വ്യക്തിത്വം എന്ന് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. എൻ്റെ ബോധത്തെയാണ് ഞാൻ അസ്തിത്വം എന്ന് വിളിക്കുന്നത്. എൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യത്തെയാണ് ഞാൻ വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അനവധി വ്യക്തിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതേ ജന്മം തന്നെ ഞാൻ ഇപ്പോൾ ഉള്ള സ്വഭാവമല്ല എനിക്ക് മുമ്പുണ്ടായിരുന്നത്. വ്യക്തിത്വങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ആ ഒരു ഓർമ്മയിൽ കൂടി കടന്നു പോകുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും ഇതുകൊണ്ട് ഉണ്ടാവില്ല. അത് മാത്രമല്ല, അതിനുള്ള ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ കഴിഞ്ഞ ജന്മം ചെയ്ത പ്രവൃത്തികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ അത് ഒരു കുറ്റബോധം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ഒരു വൈരാഗ്യം ഉണ്ടാക്കാനോ കാരണമാകുമോ? ഞാനിതിനൊരു ഉദാഹരണം പറയാം. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ധാരാളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചോദ്യം, നമ്മളുടെ ദേവാസുരം എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാൽ, അദ്ദേഹത്തിന്റെ ദേവാസുരത്തിലെ മോഹൻലാലിന്റെ കഥാപാത്രം മംഗലശ്ശേരി നീലകണ്ഠൻ അതിനകത്തുള്ള വില്ലനായിട്ടുള്ള മുണ്ടക്കൽ ശേഖരനെ തല്ലി എന്ന് കരുതുക. അതിന്റെ കർത്തൃത്വം മോഹൻലാലിന് ഉണ്ടാവുമോ? ഇല്ല. അതിന് മംഗലശ്ശേരി നീലകണ്ഠനെ ഉണ്ടാവും. അപ്പൊ അതൊരു സിനിമയിൽ മോഹൻലാലും നീലകണ്ഠനും അല്ലെങ്കിൽ നീലകണ്ഠനായും അഭിനയിച്ച് അത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പിന്നീട് കാണുന്ന സമയത്ത് അടുത്ത സിനിമയിൽ ഒരു സുഹൃത്തുക്കളായിരിക്കും. അല്ലെങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ അവർ ഒന്നിച്ച് ചായ കുടിക്കാൻ മതി, പറഞ്ഞ് ചിരിക്കാൻ മതി. ഇതുപോലെ ഇതൊക്കെ ഓരോ ജീവിതവും നമ്മളുടെ ഓരോ സിനിമയിൽ അഭിനയമാണ് എന്ന് പറയുന്നത് പോലെ കാണാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് അതൊന്നും വ്യക്തിപരമായി നമ്മൾക്ക് കുറ്റബോധം ഉണ്ടാക്കില്ല. ആ ജന്മം ഞാൻ അങ്ങനെയായിരുന്നു. അവിടെ നമുക്കൊരു സാക്ഷിത്വമുണ്ട്, നമുക്ക് കർത്തൃത്വമല്ല. നമുക്കൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനകത്ത് കർത്തൃത്വം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ കുറ്റബോധം ഉണ്ടാകുന്നത്. ഞാൻ ചെയ്തു എന്ന് തോന്നുമ്പോഴാണ്. അത് ചെയ്തത് ഞാനല്ല. കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ ബോധം ആ ശരീരത്തിൽ നിന്നപ്പോഴുണ്ടായ കാര്യമാണ്. അതെൻ്റെ വ്യക്തിത്വമായിരുന്നു. അപ്പം എനിക്കത് അറിയാൻ സാധിക്കെങ്കിലും അത് യാതൊരു തരത്തിലും എനിക്ക് ഇമോഷണലി എന്നെ ഒരു ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകില്ല. അത് വളരെ ആധികാരികമായിട്ട് പഠിക്കുന്ന സമയത്ത് അത് മനസ്സിലാവും. ഇത്തരത്തിൽ പൂർവ്വജന്മം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മരണാനുഭവങ്ങളിലൂടെയും സഞ്ചരിക്കുമല്ലോ.
അത്തരം ഒരു അനുഭവം എന്തെങ്കിലും തരത്തിലുള്ള മാനസിക സംഘർഷം ഉണ്ടാക്കും? ഇതും വളരെ ഭയപ്പെടുത്തുന്ന ഒരു വിഷയമാണ് ഈ വിഷയത്തില്. നമ്മളെ പൂർവ്വജന്മത്തിലെ മരണാനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മൾക്ക് ഒരുപാട് അതൊക്കെ അനുഭവിക്കേണ്ടി വരില്ലേ, ചിലപ്പോൾ അതിൽ നമ്മൾ കോമ സ്റ്റേജ് പോകില്ലേ, ചിലപ്പം മരിച്ചു പോകില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലുമില്ല. അവിടെ നമ്മൾക്ക് അറിയാം നമ്മളെ ശരീരമല്ല എന്നുള്ളത്. നമ്മളെ ശരീരമല്ല നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ ആ മരണാനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോരും. അത് മാത്രമല്ല, അനുഭവം കഴിഞ്ഞാൽ നമ്മൾക്ക് കൃത്യമായിട്ട് മാറി അതിനെ കാണാനും സാധിക്കും. മരണം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് നമുക്ക് മരണത്തെ പേടിയുള്ളത്. അനവധി മരണാനുഭവങ്ങളിലൂടെ കടന്നു വന്നാൽ നമുക്ക് പിന്നെ മരണത്തെ പേടി ഉണ്ടാവില്ല. വളരെ രസകരമായിട്ട് ഈ മരണത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കും. ഈ ശരീരം ഉപേക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ജീവിതത്തിൽ നമ്മൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടാവുക ചെയ്യാം. ഞാൻ ഈ മരണത്തോടു കൂടി ഞാൻ ഇല്ലാതാവും എന്ന് എനിക്ക് തോന്നുകൊണ്ടാണ് എനിക്ക് മരണത്തെ പേടിയുള്ളത്. മരണം എൻ്റെ ഒരു അവസ്ഥയാണ്, അതിലൂടെ പോയാൽ ഞാൻ ബാക്കി ഉണ്ടാവും എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാലും എനിക്ക് മരണത്തെ പേടിയില്ലല്ലോ. ഞാൻ ഉറക്കിനെ എങ്ങനെയാണോ സന്തോഷമായിട്ട് കാണുന്നത്, അതേപോലെ മരണത്തെ ഞാൻ സന്തോഷത്തോടു കൂടി മരണത്തിൽ കൂടി കടന്നു പോകും. അതുകൊണ്ട് മരണാനുഭവം നമ്മൾക്കൊരു തിക്താനുഭവം എത്ര മോശമായ അനുഭവമാണെങ്കിലും നമ്മളെ ബാധിക്കില്ല. അത് മാത്രമല്ല, മരിക്കുന്ന സമയത്തുള്ള ചില സ്മൃതികൾ, ഇപ്പൊ കിണറിലൊക്കെ വീണ്, എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഒരാൾ കിണറിൽ വീണാണ് മരിച്ചത്. അയാൾ ആ മരണത്തെ കൂടി കടന്നതിന് ശേഷം അയാൾ ഈ ജന്മത്തിൽ അയാൾക്ക് ഉയരത്തെ ഭയങ്കര പേടിയായിരുന്നു, വെള്ളത്തെ പേടിയായിരുന്നു. പക്ഷെ അയാൾ ആ അനുഭവത്തിലൂടെ കടന്നു വന്നതിന് ശേഷം അയാൾക്ക് പിന്നെ ആ ഉയരത്തോടുള്ള പേടിയും വെള്ളത്തോടുള്ള പേടിയും അതോടുകൂടി മാറുകയാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ ദോഷമില്ല എന്ന് മാത്രമല്ല, ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് ഉണ്ടായിരുന്നു. മരണത്തെ ഭയമുള്ളവർക്ക് PLR ഒരു നല്ല ആശ്വാസമാർഗമാണ്. തീർച്ചയായിട്ടും. പലപ്പോഴും മരണം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മരണത്തെ കുറച്ചുകൂടി ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനൊക്കെ പറ്റും. ഈവൻ മരണത്തെ പേടിക്കുമ്പോഴാണ് മരണത്തിന് കാരണം ഭയമത്രേ, ഭയത്തിന് കാരണം മരണമത്രേ എന്നാണ് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് മരിച്ചോട് പേടിച്ചിട്ട്, എന്താ പേടി, മരിച്ചു പോകുന്നുള്ളത്. അപ്പൊ അത് ഭാരതം പറയുന്നത് മരണം ഒരു അവസ്ഥയാണ്, നമുക്ക് അതിലൂടെ കടന്നു പോകാൻ പറ്റുന്നുള്ളതാണ്. ഇതുപോലെ എത്ര ജന്മം വരെ ഒരാൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കും? നോക്കൂ, എത്ര ജന്മം നമ്മൾ ജനിച്ചിട്ടുണ്ടോ ആ ജന്മാന്തരമായിട്ടുള്ള എല്ലാ ഓർമ്മകളും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ആഴത്തിലേക്ക് പോകുന്തോറും നമുക്കത് കണ്ടെത്താൻ സാധിക്കുന്നു പറയാം. ബ്രയാൻ വേവ്സ് എനിക്ക് തോന്നുന്നു കാദറിന്റെ 86 ജന്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് വളരെ ഏതാണ്ട് 1000ഓളം വർഷത്തെ ചരിത്രമാണ് പറയുന്നത്. അത് വെറുതെ പറയല്ല, അദ്ദേഹം പിന്നീട് അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അവർ പറയുന്ന പല ആൾക്കാരും പല കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ പല നൂറ്റാണ്ടുകളിലുള്ള, ഞാൻ ഒരുപാട് എൻ്റെ ഫേസ്ബുക്ക് പേജുകളിൽ ഇതുപോലെ തനിയാവർത്തനം എന്നൊക്കെ പറഞ്ഞ് ധാരാളം കഥകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ എഴുതിയിടാറുണ്ട്. അതിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവരുടെ കഥകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള അവരോട് ചോദിച്ചാൽ ആ കാലഘട്ടത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു ഏകകോശ ജീവിയായിരുന്ന കാലം മുതലുള്ള ഓർമ്മകൾ നമ്മളെ ബോധത്തിലുണ്ട്. അപ്പോൾ അറിവുള്ള ഒരാളാണെങ്കിൽ നമുക്ക് സാധിക്കാതെ ഓർത്തെടുക്കാൻ സാധിക്കും. പിന്നെ ഭാരതത്തെ സംബന്ധിച്ച് ശ്രീബുദ്ധനൊക്കെ ഉണ്ടായിരുന്ന വലിയൊരു കഴിവ്, ഒരാളെ കാണുന്ന സമയത്ത് തന്നെ അയാളുടെ 1000ഓളം പുനർജന്മങ്ങൾ അവർക്ക് വായിച്ചെടുക്കാൻ സാധിക്കായിരുന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ അത് പറ്റും, നമ്മളെ ഉള്ളിലുണ്ട്. അത് വലിയൊരു അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമാണത്. ഇത് ഒരാൾക്ക് സ്വയം ചെയ്യാൻ സാധിക്കും, ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ പോലെ മറ്റൊരാളുടെ സഹായമില്ലാതെ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഷയമാണത്. സാധാരണഗതിയിൽ ഗൈഡഡ് മെഡിറ്റേഷൻ ആയിട്ടാണ് പൂർവ്വജന്മ ധ്യാനം ചെയ്യാറുള്ളത്. പക്ഷേ കൃത്യമായ പരിശീലനത്തിലൂടെ പതഞ്ജലിയൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾക്ക് പരിശീലിക്കുകയാണെങ്കിൽ ഒരാളുടെയും സഹായം ഇല്ലാതെ നമ്മൾക്ക് പൂർവ്വജന്മങ്ങളിലേക്ക് പോകാൻ സാധിക്കും. പക്ഷേ ഗൈഡഡ് മെഡിറ്റേഷൻ്റെ ഒരു പ്രത്യേകത, 3 രീതിയിൽ നമുക്ക് PLR ചെയ്യാം. ഒന്നൊരു ഗുരുനാഥൻ അല്ലെങ്കിൽ ഒരു ടീച്ചർ, ഒരു അധ്യാപകൻ, ഒരു ഗുരു, ഒരു മാസ്റ്റർ. ആ മാസ്റ്റർക്ക് നമ്മളെ പൂർവ്വജന്മങ്ങളിലേക്ക് കൊണ്ടുപോകാം. അവിടെയുള്ള പ്രത്യേകത, അദ്ദേഹത്തിന് എന്തൊക്കെ ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം. അദ്ദേഹം ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ ക്ലയന്റിന് മറുപടി പറയാൻ സാധിക്കുന്നുള്ളതാണ്. രണ്ടാമത്തത്, നമുക്ക് ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് മലയാളത്തിൽ PLRന്റെ ഗൈഡഡ് മെഡിറ്റേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് ആയിരക്കണക്കിന് ആൾക്കാർ ധ്യാനം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വളരെ നല്ല അനുഭവങ്ങളാണ്. 4, 5, 6 ജന്മങ്ങളിലേക്കൊക്കെ പോയവരുണ്ട്. അപ്പം അങ്ങനെ നമ്മൾക്ക് പോകാൻ സാധിക്കും. പക്ഷെ അതിലൊരു പോരായ്മ, നമ്മൾക്ക് എന്താണോ പ്രത്യേകമായി അറിയേണ്ടത് അത് ചോദിച്ച് അറിയാൻ സാധിക്കില്ല. നമ്മൾക്ക് ഇഷ്ടമുള്ള അനവധി ജന്മങ്ങളിലേക്ക് പോവാം. ഇനി മൂന്നാമത്തെ ഒരു അവസ്ഥ, നമ്മൾക്ക് സ്വയം ധ്യാനം ചെയ്ത് പോകാൻ സാധിക്കും. PLR നമുക്കൊരു ഗൈഡഡ് മെഡിറ്റേഷനോ ഒരു വ്യക്തിൻ്റെ സഹായം ഇല്ലാതെ ധ്യാനത്തിലൂടെ കാണാൻ സാധിക്കും. അവിടെ നമ്മൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങളൊക്കെ നേരത്തെ മനസ്സിനോട് ചോദിച്ചിട്ട് നമ്മൾ ധ്യാനം ചെയ്യുകയാണെങ്കിൽ
നമ്മൾക്ക് ആ അവസ്ഥയിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കും. അപ്പം അങ്ങനെ 3 രീതി ചെയ്യാതെ നമ്മൾ ഒരുപാട് ഗൈഡഡ് മെഡിറ്റേഷൻ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും അത് ഉപയോഗിച്ച് പൂർവ്വജന്മങ്ങളിലേക്കുള്ള യാത്ര സാധ്യമാണ്. നമ്മൾ കാണുന്ന പൂർവ്വജന്മം നമ്മുടെ മനസ്സ് തന്നെ സൃഷ്ടിക്കുന്ന ഒരു ഭാവനാ ലോകമായിക്കൂടെ? അതല്ല, മനസ്സിന്റെ ഒരു കളിയല്ല ഇത് എന്ന് എങ്ങനെ തെളിയിക്കും? പലപ്പോഴും പലരും അവകാശപ്പെടുന്ന ഒരു കാര്യം, ഒരു ചോദ്യമാണത്. മനസ്സിന്റെ ഭാവന ആയിക്കൂടെ എന്നുള്ളത്. കാരണം നമുക്ക് മനസ്സിന് അങ്ങനെ സ്വഭാവമുണ്ട്. നമുക്ക് ആയിത്തീരാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഭാവനയിൽ കാണുന്ന സ്വഭാവം. ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ രാജ്യാവൊക്കെ ആയിട്ട് നടക്കുന്നൊക്കെ കാണാറില്ലേ, നമ്മൾ അഭിനയിക്കാറൊക്കെ അല്ലേ? അതുപോലെ ആയിക്കൂടെ? വളരെ നല്ല ചോദ്യമാണത്. പക്ഷെ ബ്രയാൻ വേവ്സിന്റെ കാര്യത്തിലൊക്കെ നമുക്കറിയാം, കാതറിനെ കൊണ്ടുപോയ സമയത്ത് കാതറിന്റെ 86 ജീവിതവും അങ്ങനെ അസൂയാവഹമായ ജീവിതമായിരുന്നില്ല. വളരെ അപകടം നിറഞ്ഞ ജീവിതങ്ങളായിരുന്നു. അത് മാത്രമല്ല, ആ കാലഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പൊ ഒരു 1-ാം നൂറ്റാണ്ടിലെ എന്നാണ് ഒരാൾ സംസാരിക്കുന്നെങ്കിൽ, ആ 1-ാം നൂറ്റാണ്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ കാലഘട്ടത്തെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾക്ക് ക്ലയന്റ് ഉത്തരം തരുന്നുണ്ട്. ഭാവനയിലാണെങ്കിൽ അങ്ങനെ കൃത്യമായിട്ട് ഉത്തരം തരാൻ സാധിക്കില്ലല്ലോ. ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് മാത്രമല്ല എന്നെ പറയാൻ സാധിക്കും. എനിക്കവിടെ ഓർമ്മ വരുന്നത്, ഓഷോ ലോകത്ത് ആരും ചർച്ച ചെയ്യാത്ത പല വിഷയങ്ങളെ കുറിച്ചും ഓഷോ ചർച്ച ചെയ്യാറുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പല കഥകളും പറയാറുണ്ട്. അലക്സാണ്ടറിന്റെ കഥയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഓഷോനോട് ചോദിക്കുകയുണ്ടായി, ഞങ്ങൾ ഇത്രയും കാലം ഇതിനെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല, ചരിത്രത്തിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? അന്ന് ഓഷോ ഉത്തരം പറഞ്ഞത്, ആ കാലഘട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഓർമ്മയെന്നാണ് എടുത്ത് പറയുന്നത്. ഈ ശരീരത്തിലാവണമെന്നില്ല. അപ്പോൾ അവിടെ നമ്മളെ ഓർമ്മകളെ ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ ഏത് നൂറ്റാണ്ടിലെ കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. ഓഷോ പറഞ്ഞൊരു കാര്യം, അത് നമ്മൾക്ക് എല്ലാവർക്കും ആ ഓർമ്മ ഉണ്ട്, എനിക്കത് കുറച്ചുകൂടി വ്യക്തമാവുന്നു, നിങ്ങൾക്കത് വ്യക്തമാവുന്നില്ല എന്ന് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു തനിയാവർത്തനം എന്ന് പറഞ്ഞൊരു വിഷയം ഇട്ടിട്ടുണ്ട്, ഒരു കേസ്. അതേതാണ്ട് 13-ാം നൂറ്റാണ്ടിലോ 12-ാം നൂറ്റാണ്ടിലൊക്കെ നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ അവർ ആ അവസ്ഥയിൽ നിന്ന് അവർ പറയുന്ന സമയത്ത് ആഫ്രിക്കയിലുള്ളൊരു കേസാണ്, ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നൊരു അനുഭവം പറയുന്നത്. ആ കാലഘട്ടത്തിലുള്ള അവിടുത്തെ ആദിവാസി വർഗത്തെക്കുറിച്ചും ഗോത്രത്തെക്കുറിച്ചും അവിടുത്തെ വ്യവസ്ഥയെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്നുണ്ട്. അത്ര വ്യക്തമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ സാധിക്കും. അത് മുഴുവൻ ഭാവനയിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പൊ ശ്രീനാഥ്ജി എനിക്ക് പരിചയമുള്ളിടത്തോളം ശ്രീനാഥ്ജി സ്വയം അനുഭവിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഒരു വിഷയം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും താങ്കൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ സ്വന്തം പേഴ്സണൽ ആയിട്ടുള്ള പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാമോ? അനുഭവങ്ങൾ ധാരാളം പങ്കുവെക്കാനുണ്ട്. ഞാൻ ചെറിയ 2 കാര്യങ്ങൾ പറയാം അവിടെ. ഒന്ന്, ഞാനും ഈ ബ്രയാൻ വേസിന്റെ മെനി ലൈഫ് മെനി മാസ്റ്റേഴ്സ് വായിച്ചപ്പോഴാണ് എനിക്ക് കൂടുതൽ അറിയണം താല്പര്യം ഉണ്ടായത്. പിന്നെ ഒരുപാട് കാലം അതിന് പിന്നാലെയായിരുന്നു. അനവധി ഗുരുക്കന്മാരെ അടുത്ത് പോയി പഠിച്ചിട്ടുണ്ട്, ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗൈഡഡ് മെഡിറ്റേഷൻ വഴിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യത്തെ 5 പ്രാവശ്യം എനിക്കൊന്നും കാണാൻ സാധിച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചത് ഭയങ്കര തട്ടിപ്പാണ്, ആൾക്കാരെ പറ്റിക്കലാണ് എന്നൊക്കെയായിരുന്നു. പക്ഷെ എന്നാലും ധാരാളം പുസ്തകം തന്നൊരു ഇൻസ്പിറേഷൻ വീണ്ടും ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാക്കി. അങ്ങനെ പിന്നീട് 6-ാമത്തെ പ്രാവശ്യമാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് നമ്മളെ മിനി സ്ക്രീനിൽ സിനിമ കാണുന്നത് പോലെ എനിക്ക് കാണാൻ സാധിച്ചൊക്കെ. അതെൻ്റെ ലൈഫ് കഴിഞ്ഞ മുമ്പിലത്തെ ജന്മം ഞാൻ കൊടകിലായിരുന്നു, കുശാൽ നഗറിലൊരു വൈദ്യനായിട്ടായിരുന്നു. എനിക്കൊരു അത്ഭുതം തോന്നിയത്, അതിൻ്റെ കണ്ടിന്യൂറ്റി എൻ്റെ ഈ ജീവിതത്തിലുണ്ട്. ഞാനത് എൻ്റെ ലൈഫിൽ ഞാൻ കുട്ടിക്കാലം മുതൽ ഞാൻ അന്വേഷിച്ചൊരു വിഷയം, എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുന്നത്, എവിടെയാണ് ഒരു കുട്ടി ഉണ്ടാവുന്നത് എന്നൊക്കെ പറയുന്ന സുപ്രജ എന്ന് പറയുന്ന വിഷയമായിരുന്നു. എൻ്റെ ഗവേഷണ വിഷയവും ഗർഭസംസ്കാരമായിരുന്നു. ഞാൻ കഴിഞ്ഞ ജന്മം ഒരു വൈദ്യനായിരുന്നു, പ്രസൂതിക വിഷയത്തിൽ പ്രഗത്ഭനായ വൈദ്യനായിരുന്നു. പ്രസൂതിക എന്ന് പറഞ്ഞാൽ ഈ പ്രസവം ആയിട്ട് ബന്ധപ്പെടുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഈ ജന്മത്തിലുണ്ട്. അത് മാത്രമല്ല, ഞാൻ എൻ്റെ ഒരു 2013 കൊടകിൽ എത്തിപ്പെടുകയും ഞാൻ ആ സ്ഥലത്ത് എത്തിപ്പെട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു വലിയ ആനന്ദം ഉണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് അവിടുത്തെ ജനങ്ങളായിട്ട് എനിക്ക് വളരെയധികം അടുപ്പമുണ്ട്. വളരെ യാദൃശ്ചികമായിട്ട് അവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ എത്തിപ്പെടാനും അതിന്റെ പൗരോഹിത്യം ഏറ്റെടുക്കാനും ഇന്ന് ആ ഗ്രാമം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ട്. അതിനുശേഷമാണ് ഇത് ചെയ്തത് മനസ്സിലാക്കി. അതെ 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 അതെ. അപ്പൊ അതിന്റെ ഒക്കെ ഒരു എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്നൊക്കെ എനിക്ക് അത്ഭുതത്തോടു കൂടി ഞാൻ അന്നാണ് റിയലൈസ് ചെയ്തത്. ഇതൊന്നും നമ്മളല്ല ഇതിനൊക്കെ കാരണം. ഈ നടക്കുന്ന എല്ലാ കാരണങ്ങൾക്കും അല്ലെങ്കിൽ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട്, ഒരു ബന്ധമുണ്ട് എന്ന് മനസ്സിലായത് അവിടെയാണ്.
അതുപോലെ തന്നെ കുട്ടിക്കാലം മുതൽ എനിക്ക് ബുദ്ധ ട്രഡീഷനോട് ഭയങ്കര താല്പര്യമായിരുന്നു. ഞാനത് നേപ്പാളിൽ പോകണം എന്നുള്ളത് ഞാൻ കുഞ്ഞായിരിക്കുന്ന കാലം മുതൽ എൻ്റെ ഉള്ളിലുള്ള ഒരു വലിയ താല്പര്യമായിരുന്നു. ഞാൻ വിചാരിച്ചത് ഞാൻ യോധ സിനിമ കണ്ടിട്ടുണ്ടായ ഒരു താല്പര്യമാണെന്നാണ്. പക്ഷെ സത്യത്തിൽ അതല്ല. അതിനു മുമ്പും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെറിയ ക്ലാസ്സുകളിൽ എൻ്റെ ഇരട്ട പേര് ബുദ്ധൻ ആയിരുന്നു. കുട്ടികളൊക്കെ എന്നെ ബുദ്ധൻ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പം എൻ്റെ മുമ്പിലത്തെ ജന്മം ഞാൻ നേപ്പാളിൽ ഒരു ബുദ്ധ സന്യാസിയായിട്ടായിരുന്നു. അപ്പം അന്ന് എൻ്റെ അച്ഛനെയും അമ്മേനൊക്കെ എനിക്ക് ആ ജന്മത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ പിന്നീട് യാദൃശ്ചികമായി നേപ്പാളിൽ എത്തിപ്പെടുകയും ആ നേപ്പാളിൽ ഞാൻ ജനിച്ച സ്ഥലത്തൊക്കെ പോയ സമയത്ത് എൻ്റെ സ്വന്തം വീട്ടിലെത്തിയൊരു അനുഭവം ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ധാരാളം അനുഭവങ്ങളുണ്ട്. ഇവിടെ അത് മുഴുവൻ പറയാനുള്ള സമയമില്ല, പിന്നീട് എപ്പോഴെങ്കിലും സമയം പോലെ പറയാം. പാസ്റ്റ് ലൈഫ് റിഗ്രഷനിൽ നമ്മൾ കാണുന്നതിന് നമ്മുടെ സ്വപ്നങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നത്തിന് പലതരത്തിലുള്ള അവസ്ഥകളുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞ മനസ്സിന്റെ കളിയാവാം. നമ്മുടെ മനസ്സിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ സ്വപ്നത്തിൽ ചെയ്തതായിട്ട് നമ്മളെ പറ്റിക്കാറുണ്ട് മനസ്സൊക്കെ. കാരണം നമ്മൾ രാവിലെ നടക്കാൻ പോകാൻ തീരുമാനിക്കും, പക്ഷേ ശരീരത്തിന് ക്ഷീണമുള്ളതുകൊണ്ട് ബോഡി കടന്നുറങ്ങും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളെ സ്വപ്നം കാണിക്കും. നമ്മൾ രാവിലെ നടക്കാൻ പോകുന്നതായിട്ട് നമ്മളെ സ്വപ്നം കാണിച്ചു കളയും. അപ്പോൾ നമ്മൾക്ക് സമാധാനം, നമ്മൾ കടന്നുറങ്ങുകയും ചെയ്യും അല്ലേ? രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് നമ്മൾ സ്വപ്നം കണ്ടാന്ന് മനസ്സിലാവുക. അതൊക്കെ മനസ്സിൻ്റെ ഒരു കളിയാണ്, സ്വപ്നം കാണിക്കൽ. അതേപോലെ നമ്മൾ ഇപ്പം ഇങ്ങനെ വെറുതെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ചിന്തകൾ മനസ്സിൽ വരുന്നില്ലേ? ഇതുപോലെ നമ്മൾ ഉറങ്ങുമ്പോഴും 100 കണക്കിന് ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ പ്രബലമായ ചിന്തകൾ സ്വപ്നമായിട്ട് നമ്മൾ കാണാറുണ്ട്. അതല്ലാതെ നമ്മളെ പൂർവ്വജന്മങ്ങളിലുള്ള സ്മൃതികൾ സ്വപ്നമായി നമ്മളെ ജീവിതത്തിൽ വരാറുണ്ട്. പലപ്പോഴും നമുക്ക് അനുഭവമുള്ളതാണ്. നമ്മൾ വലിയ ഉയരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത് പലപ്പോഴും സ്വപ്നം കാണാറുണ്ട്. സത്യത്തിൽ അത് വളരെ മുമ്പുള്ള സ്മൃതിയാണ്. നമ്മൾ ശിലായുഗത്തിലൊക്കെ നിന്നിരുന്ന കാലഘട്ടത്തിൽ മരത്തിൻ്റെ മുകളിലൊക്കെ താമസിച്ചിരുന്ന കാലത്ത് എപ്പോഴെങ്കിലും മരത്തിൻ്റെ മുകളിൽ നിന്ന് പിടിവിട്ട് താഴേക്ക് വീണ് മരിച്ചിട്ടുണ്ടാവും. ആ വീഴ്ച നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ഇടയ്ക്ക് ഭയത്തോടു കൂടി നമ്മൾ കാണാറുണ്ട്. അതുപോലെ പൂർവ്വജന്മത്തിലെ സ്വപ്നങ്ങളെ കൃത്യമായിട്ട് നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങിയാൽ നമുക്ക് പൂർവ്വജന്മങ്ങളെ മുഴുവൻ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഒരു രീതി തന്നെ ഉണ്ട്, സ്വപ്നവിദ്യ എന്ന് പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ടത്. സ്വപ്നത്തിലെ ഡ്രീം ടെക്നിക്ക്, സ്വപ്നത്തിലൂടെ എങ്ങനെ നമുക്ക് സ്വപ്നവിദ്യ ഉപയോഗിച്ച് എങ്ങനെ പൂർവ്വജന്മങ്ങൾ കാണാന്നുള്ളത്. ഹിപ്നോട്ടിസവും പൂർവ്വജന്മ ധ്യാനവും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? കാരണം ഇവിടെ ഒരു സജഷൻ കൊടുക്കുന്ന ഒരു രീതിയാണ്. ഈ സജഷൻ അനുസരിച്ച് മനസ്സ് സഞ്ചരിക്കുന്നതാണോ? വളരെ നല്ലൊരു ചോദ്യമാണ്, എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. സോ ഹിപ്നോട്ടിസം ആണോ ഇത് എന്നുള്ളത്. പാസ്റ്റ് ലൈഫ് റിഗ്രഷനും ഹിപ്നോട്ടിസം ഒന്നല്ല. നമ്മൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷന് വേണ്ടി ഹിപ്നോട്ടിസത്തിന്റെ ചില സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് മാത്രം, ആൾക്കാർ റിലാക്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ ഹിപ്നോട്ടിസത്തിൽ നമ്മൾ സജഷൻ കൊടുക്കുന്നത്, സബ് കോൺഷ്യസിന് കൊടുക്കുന്ന മെസ്സേജുകൾ നമ്മൾ കാണുക ചെയ്യുന്നത്. പക്ഷേ പാസ്റ്റ് ലൈഫ് റിഗ്രഷനിൽ അങ്ങനെയല്ല. നമ്മൾ അവരൊരു വാതിൽ കഴിഞ്ഞ് പുറത്തേക്ക് തുറന്നു വിടുകയാണ്. അതിനുശേഷം അവർ ഇഷ്ടപ്രകാരം സഞ്ചരിച്ചിട്ടാണ് അവരെ പൂർവ്വജന്മങ്ങളെ കാണുന്നത്. തുടക്കത്തിൽ കുറച്ച് സ്ഥലത്ത് ഹിപ്നോട്ടിസത്തിന് സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നല്ലാതെ പിന്നീടുള്ളത് മുഴുവൻ അവരുടെ രീതിയിൽ യാത്ര ചെയ്ത് സഞ്ചരിച്ചിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. നമ്മൾ അവരോട് ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്ക് അവർ കൃത്യമായി ഉത്തരം തരികയാണ് ചെയ്യുന്നത്. സജഷൻ അല്ല. പിന്നീട് ഈ ഒരു മാർഗമല്ലാതെ, ഈ ഒരു ധ്യാന പദ്ധതി അല്ലാതെ സാധാരണക്കാർക്ക് പൂർവ്വജന്മം അറിയാൻ മറ്റെന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? നോക്കൂ, ഞാൻ പറഞ്ഞു, നല്ല ഗുരുക്കന്മാർ, ധാരാളം സിദ്ധന്മാരുണ്ട് ഭാരതത്തിൽ. അവരൊക്കെ മുമ്പിലിരിക്കുന്ന ആളെ കാണുന്ന സമയത്ത് തന്നെ അവരുടെ ജന്മങ്ങളെ കുറിച്ച് അവർക്ക് ഓർമ്മ വരും. വേറെ ധാരാളം ടെക്നിക്കുകൾ, ഇപ്പം അനുരണ രീതി എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. അതായത് നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും നമ്മളെ പൂർവ്വജന്മമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ ഈ ജന്മമുള്ള നമ്മളെ പ്രവൃത്തികളെ, ഇഷ്ടങ്ങളെ, അനിഷ്ടങ്ങളെ ഒക്കെ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പൂർവ്വജന്മം വായിക്കാൻ പറ്റും. നമുക്കൊക്കെ ഉള്ളൊരു അനുഭവം ഉണ്ട്. ചില സ്ഥലത്ത് എത്തുമ്പോൾ നമുക്കിത് വളരെ പരിചയമുള്ള സ്ഥലമായിട്ട് തോന്നാറുണ്ട് അല്ലേ? ചില വ്യക്തികളെ കാണുമ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്, ഒരുപാട് കാലമായിട്ട് ബന്ധമുള്ളതായി തോന്നാറുണ്ട്. അതൊക്കെ നമ്മളെ പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇഷ്ടാനിഷ്ടങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ചില ആൾക്കാർക്ക് സംഗീതത്തോട് ഇഷ്ടം, ചില ആൾക്കാർക്ക് കണക്കിനോട് ഇഷ്ടം. നമ്മളെ ടാലന്റുകൾ, ചിന്തകൾ, താല്പര്യങ്ങളൊക്കെ പൂർവ്വജന്മത്തിന്റെ കണ്ടിന്യൂറ്റിയാണ്, നൈരന്തര്യമാണ്. അപ്പൊ അതിനെ കൃത്യമായി നിരീക്ഷിക്കാൻ തുടങ്ങിയാൽ നമുക്ക് അതിലൂടെ നമ്മളെ പൂർവ്വജന്മങ്ങളെ കണ്ടെത്താൻ സാധിക്കും. അതിനെ അനുരണന രീതി എന്നാണ് പറയുന്നത്. യാതൊരു തരത്തിലുള്ള ധ്യാനങ്ങളും ആവശ്യമില്ല, നിരീക്ഷണം മാത്രം മതി. ഇതുപോലെ തന്നെ ഒരു വ്യക്തിയെ കാണുമ്പോൾ ചിലപ്പോൾ അയാളോട് ഒരു ദേഷ്യം തോന്നുന്നത്, ഒരു അകൽച്ച തോന്നുന്നതൊക്കെ അതെ നമ്മൾക്ക് അറിയാത്ത ഒരുപാട് വികാരങ്ങൾ നമ്മളെ ഉള്ളിൽ വന്നു പോകാറുണ്ട്. അതിനൊക്കെ അന്വേഷിച്ചു പോയാൽ അതിൻ്റെയൊക്കെ കാരണം. അപ്പോൾ ഒരുപാട് ഫാമിലി കൗൺസിലിംഗ്,
ഭാര്യയ്ക്ക് ഭർത്താവിനോട് യാതൊരു തരത്തിലുള്ള ഇൻറ്റിമസിയും ഇല്ല, ഇഷ്ടമുണ്ട്, പക്ഷേ ഒന്നിച്ചിരിക്കാനോ കിടക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ഒരു കേസ് ഞാൻ അഞ്ജലിയുടെ പൂർവ്വജന്മം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാരണം അന്വേഷിച്ച് പോയപ്പോൾ പൂർവ്വജന്മത്തിലുണ്ടായ ഒരു സംഭവമാണ്. ഇയാളപ്പോൾ ഇതേപോലെ മുഖച്ഛായുള്ള ഒരാളാണ് അയാളുടെ പൂർവ്വജന്മത്തിൽ ഈ അഞ്ജലിനെ ഉപദ്രവിച്ചിരുന്നു, അയാളെ മരണത്തിന് കാരണമായത്. അതുകൊണ്ടുണ്ടായ ഒരു ഓർമ്മയാണ് അത്. നമ്മളെ പൂർവ്വജന്മം ചെയ്തതോടുകൂടി ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്തതോടെ ഹീൽ ചെയ്യപ്പെടുകയും ഇപ്പം വളരെ സന്തോഷത്തോടു കൂടി അവർ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് ജീവിതത്തിൽ നമ്മൾ കാണുന്ന പല അവസ്ഥകളും ഉത്കണ്ഠകൾക്കും ഒക്കെ കാരണം പൂർവ്വജന്മത്തിലെ നമ്മളെ സ്മൃതികളാണ്. ഇവിടെ നമുക്ക് നമ്മുടെ പൂർവ്വജന്മം അറിയാനായിട്ട് ഒരു ശ്രമം ആവശ്യമാണ്. ഒരു പദ്ധതിയിലൂടെ, ഒരു ശ്രമത്തിലൂടെ മാത്രമേ നമുക്കത് അറിയാൻ സാധിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മളിൽ നിന്നും അത് മറക്കപ്പെട്ടിരിക്കുന്നത്? സ്വാഭാവികമായി എന്തുകൊണ്ട് എനിക്ക് എൻ്റെ പൂർവ്വജന്മം അറിയുന്നില്ല? അത് ആവശ്യമില്ല. മറവി സത്യത്തിൽ വലിയൊരു അനുഗ്രഹമാണ് അല്ലേ? നോക്കൂ, നമ്മൾ മറവി നമുക്കില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാവും. ഒരാൾ നമ്മളെ ഉപദ്രവിച്ചാൽ നമ്മളെ മറക്കണ്ടേ അല്ലേ? നമ്മളെ മറവി ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ ഇത്ര സമാധാനം ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇന്ന് രാവിലെ എന്താണ് സച്ചി ഭക്ഷണം കഴിച്ചത്? നൂൽപുട്ടാണ് കഴിച്ചത്. ഇന്നലെ എന്താ കഴിച്ചത്? ഇന്നലെ കഴിച്ചത് ആലോചിക്കണം അല്ലേ? മെനിയാന്ന് എന്താ കഴിച്ചത്? മറന്നുപോയി. ഇത്രയേ ഉള്ളൂ. 2 ദിവസം മുമ്പുള്ള കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ ജന്മജന്മാന്തരമായിട്ടുള്ള മറന്നുപോകില്ലേ? പക്ഷേ സച്ചിൻ വളരെ കൃത്യമായി ഓർത്തെടുക്കുകയാണെങ്കിൽ മെനിയാന്ന് എന്താ കഴിച്ചതെന്ന് കിട്ടില്ലേ? കിട്ടും. സച്ചിൻ ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഡയറി നോക്കിയാൽ കിട്ടില്ലേ? നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നമ്മളെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ആ ഉള്ളിലേക്ക് പോയാൽ അത് കിട്ടും. പക്ഷെ സാധാരണക്കാരൻ അതിന് ആവശ്യമില്ല. കാരണം അത്രയൊന്നും നമുക്ക് വേണ്ട. നമ്മളെ ജീവിതം മനോഹരമാവുന്നത് മറവി ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് സാധാരണ മനുഷ്യന് അത് ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് ചെയ്യണമെന്നില്ല. താല്പര്യമുള്ള, അല്ലെങ്കിൽ ഇതൊരു പലപ്പോഴും പല കാര്യങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടും. ഈ ജീവിതത്തിൽ നമ്മൾക്ക് ഉത്തരം കിട്ടാത്ത പല സമസ്യകൾക്കും നമ്മൾക്ക് പൂർവ്വജന്മ ധ്യാനത്തിലൂടെ ഉത്തരം കിട്ടും എന്നുള്ളതാണ് അതിന് ഗുണം. അപ്പോൾ മറവി ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് പ്രകൃതി ആ മറവി എല്ലാവർക്കും കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജന്മജന്മാന്തരങ്ങളൊക്കെ മായ്ച്ചു കളയുന്നത്. അത് വേണമായിരുന്നു. പൂർവ്വജന്മം അറിയുന്നതിലൂടെ അല്ലെങ്കിൽ ഈ ധ്യാനം പരിശീലിക്കുന്നതിലൂടെ ഏതെങ്കിലും വിധത്തിലുള്ള രോഗശാന്തി സാധ്യമാണോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നോക്കൂ, ശാരീരികമായ അവസ്ഥകൾ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ഇതൊന്നും പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ കൊണ്ട് മാറുന്ന എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ മാനസികമായി നമുക്കുണ്ടാകുന്ന ഉത്കണ്ഠകൾ നോക്കൂ, നമ്മളെല്ലാ ഉത്കണ്ഠയ്ക്കും കാരണം ഇപ്പം നമ്മൾ ഫോബിയ. എന്താണ് ഫോബിയ? അകാരണമായ ഭയം. ചില ആൾക്കാർ പാറ്റയെ ഭയമാണ്, ചില ആൾക്കാർക്ക് ഉയരത്തെ പേടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാൾക്ക് വെള്ളത്തെ പേടിയായിരുന്നു, ഉയരത്തെ പേടിയായിരുന്നു. അയാൾ കഴിഞ്ഞ ജന്മം കിണറിലേക്ക് വീണ് മരിച്ചാണ്. അതോടുകൂടി അയാൾ ഹീൽ ചെയ്യപ്പെട്ടു, അയാൾ പേടി മാറി. അപ്പൊ മാനസികമായി നമുക്കുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളെയും ഒരു പരിധി വരെ ഇതിലൂടെ ഹീൽ ചെയ്യപ്പെടും. ഒരു പരിധി വരെ മാത്രം. എല്ലാത്തിനും ഇതിന് സൊല്യൂഷൻ ആണെന്ന് പറയുന്നില്ല. ഒരിക്കലും ഇതൊരു ചികിത്സാ രീതിയോ അല്ല. പലപ്പോഴും ബ്രയാൻ വേവ്സിനെ സംബന്ധിച്ച് കാതറിനെ രക്ഷപ്പെടുത്താൻ ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇന്ന് മോഡേൺ സയൻസ് അല്ലെങ്കിൽ വിദേശ രാഷ്ട്രങ്ങൾ, അമേരിക്ക തുടങ്ങിയുള്ള രാഷ്ട്രങ്ങളൊക്കെ നല്ല ഒരു ഹീലിംഗ് ടെക്നിക്കായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും പവർഫുൾ ആയിട്ട് അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഉപയോഗിക്കാം. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഒരിക്കലും ഒരു കേസ് വന്നത്, വർഷങ്ങളായി വയറുവേദനയുള്ള ഒരാൾ, അയാൾ ഹൈപ്പോകോൺട്രിയ എന്നാണ് മോഡേൺ സയൻസ് പറഞ്ഞിരുന്നത്. അയാൾ ടെസ്റ്റുകളിലൊന്നും അയാൾക്ക് വയറിനൊരു കുഴപ്പമില്ല, പക്ഷെ അയാൾ വയറുവേദന അനുഭവിക്കുന്നുണ്ട്. ഞാൻ അയാളെ പാസ്റ്റ് ലൈഫ് റിഗ്രഷന് വിധേയമാക്കിയപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ അവസാനം കത്തി കൊണ്ട് വയറിന് കുത്തേറ്റ് മരിച്ച ആളാണ്. ആ കുത്തിയ വേദന അവിടെ രജിസ്റ്റർ ചെയ്താണ്. അത് ആ ഹീലിംഗ് പാസ്റ്റ് ലൈഫ് ചെയ്തപ്പോൾ ഹീൽ ചെയ്യപ്പെടുകയും അയാളെ വർഷങ്ങളായിട്ടുള്ള വയറുവേദന, ജനിച്ച കാലം മുതലുള്ള വയറുവേദന മാറുകയും അയാൾ ഇപ്പോൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഇതുപോലെ ഹൈപ്പോകോൺട്രിയകൾ, സൈക്കോസോമാറ്റിക്, അതുപോലെ മനസ്സിലുണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ ഇതോടുകൂടി മാറുന്നുണ്ട്. ഇത്രയും നേരം നമ്മൾ പൂർവ്വജന്മത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, നമുക്ക് ഫ്യൂച്ചർ ലൈഫ് അറിയാൻ സാധിക്കുമോ? പൂർവ്വജന്മത്തെ പോലെ തന്നെ ഫ്യൂച്ചർ ലൈഫ് അറിയാൻ സാധിക്കും എന്നാണ് ഇന്ന് ഈ മേഖലയിലുള്ള ഗവേഷകർ പറയുന്നത്. ഞാനപ്പോൾ അതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കാലം ഇങ്ങനെ ചാക്രികമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പം ഞാൻ ഈ ചക്രത്തിൽ ഇവിടെ നിൽക്കുന്ന എന്നെ സംബന്ധിച്ച് ഇതൊക്കെ പാസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ എൻ്റെ നാളെയും എൻ്റെ പാസ്റ്റാണ് അല്ലേ? അപ്പം ഇതൊരു ചാക്രികമായിട്ടാണ് നടക്കുന്നത്.
പലപ്പോഴും ഈ അഗസ്ത്യ നാഡി അതുപോലെ തന്നെ വസിഷ്ഠ നാഡി എന്നൊക്കെ പറയുന്ന കുറേ നാഡികളുണ്ട്. അതിലൊക്കെ പ്രത്യേകിച്ച് വൈത്തീശ്വരൻ കോവിൽ കേന്ദ്രമായിട്ട് പോയാൽ നമ്മളുടെ തമ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു നമ്മളെ ഓലയെടുത്തിട്ട് നമ്മളെ പല കാര്യങ്ങൾ വായിച്ചു തരും. എത്ര വർഷം മുമ്പ് അഗസ്ത്യർ അല്ലെങ്കിൽ ഇത്തരം ആൾക്കാർ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അത്ഭുതപ്പെടും. ഞാനതിൽ വിശ്വസിച്ചിരുന്നില്ല നേരത്തെ. പക്ഷെ ഞാൻ എൻ്റെ വൈത്തീശ്വരൻ കോവിലിൽ പോയപ്പോൾ എൻ്റെ കാര്യങ്ങൾ അവർ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എൻ്റെ ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു പൂർവ്വജന്മ അന്വേഷകനായിരിക്കുന്നു. അതുപോലെ ഞാൻ ധ്യാനം പഠിപ്പിക്കുന്ന ആളായിരിക്കുന്നു. എൻ്റെ പേര് ശ്രീനാഥ് എന്നാണെന്നും എൻ്റെ ഭാര്യയുടെ പേര് നിത്യ എന്നാണെന്നും ആയിരിക്കുന്നു. മക്കളെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ പേരും അമ്മേൻ്റെ പേരൊക്കെ. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് അവരത് എഴുതി വെച്ചത്? അതേപോലെ അറിയാനുള്ള സംവിധാനം ഉള്ളതുകൊണ്ടല്ലേ. അപ്പം ഉണ്ട്, നമുക്കറിയാം. അത് നേരത്തെ പറഞ്ഞോണം, പ്രകൃതി പല കാര്യങ്ങളും രഹസ്യമാക്കി വെക്കാറുണ്ട്. കാരണം അതാണ് ഈ ജീവിതത്തിൻ്റെ ഒരു മനോഹാരിത. ഓഷോ എപ്പോഴും പറയാറുണ്ട്, നാളെയെക്കുറിച്ച് അറിയാനുള്ള ഒരു ടെക്നോളജി ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ 50% ആൾക്കാരൊന്നും ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന്. ടെൻഷൻ അടിച്ച് മരിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ മരണം എന്താണ് നമുക്ക് അറിയാൻ സാധിച്ചാൽ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റുമോ? അതുവരെ നമ്മൾ ടെൻഷൻ അടിക്കും. അതുകൊണ്ട് പ്രകൃതി പലപ്പോഴും സാധാരണക്കാരെടുത്ത് ഇതൊക്കെ മറച്ചു വെക്കാറുണ്ട്. അന്വേഷണ ബുദ്ധിയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് പറഞ്ഞു കൊടുക്കാറുള്ളൂ. അവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. അപ്പം നമുക്ക് ആ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ സാധിക്കും. സാധാരണക്കാരന് ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ് പ്രകൃതി അത് മറച്ചു വെച്ചത്, അല്ലേ? അതൊക്കെ പ്രകൃതി പല കാര്യങ്ങളും രഹസ്യമായി സൂക്ഷിക്കാറുണ്ട്. ആ രഹസ്യമാകട്ടെ പരസ്യമായിട്ടാണ് സൂക്ഷിക്കാറ്. അത് താല്പര്യമുള്ള ആൾക്ക് ചുറ്റും നോക്കിയാലേ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഒരുപാട് അമൂല്യമായ അറിവുകളും അനുഭവങ്ങളും പങ്കുവച്ചതിന് ശ്രീനാഥ്ജിക്ക് ഒരുപാട് നന്ദി. അന്വേഷിക്കാനുള്ള ത്വരയാണ് ശ്രീനാഥ്ജി ഇപ്പോൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷനിൽ ഒരു പ്രഗത്ഭനാക്കി മാറ്റിയത്. അപ്പോൾ ഇനി അടുത്ത മേഖല ഫ്യൂച്ചർ ലൈഫ് ആണ്. അപ്പോൾ ശ്രീനാഥ്ജി ഫ്യൂച്ചർ ലൈഫിൽ ഒരു പ്രഗത്ഭനായതിനു ശേഷം നമുക്ക് വീണ്ടും കാണാം. ഒരുപാട് സന്തോഷം. ഇന്ന് ഒരുപാട് പേർക്ക് സംശയമുള്ള മേഖലയാണിത്. ആ സംശയത്തിനൊരു പരിധി വരെ ഈ ഒരു ചർച്ച കൊണ്ട് ആ സംശയങ്ങൾ തീർക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ചർച്ച കൃതാർത്ഥമായി. അതുപോലെ വീണ്ടും നമുക്ക് സംശയങ്ങളായിട്ട് അല്ലെങ്കിൽ ചോദ്യോത്തരങ്ങളായിട്ട് കാണാം. വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.